ഹായ് ഓൾ, എല്ലാവർക്കും SSC മെൻറ്ററിലേക്ക് സ്വാഗതം. നമുക്കറിയാം SSCയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13 എക്സാം ജൂലൈ 24 സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെലക്ഷൻ ഫേസ് തൊട്ടിട്ടാണ് TCS മാറി പുതിയൊരു ഏജൻസി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ ചലഞ്ചസ് കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുറേ ചലഞ്ചസ്. അപ്പോൾ നമുക്ക് ആ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വേണം നമുക്ക് ഈ ഒരു വീഡിയോസിൽ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ. അതേപോലെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്കറിയാം സെലക്ഷൻ പോസ്റ്റിൽ തന്നെ 10th ലെവൽ എക്സാം ഉണ്ട്, 12th ലെവൽ എക്സാം ഉണ്ട്, അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഏത് ലെവലിലൊക്കെ ആയിരുന്നു, എന്തെങ്കിലും TCS നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ആ ഒരു പാറ്റേൺ തന്നെയാണോ ഇപ്പോഴത്തെ പാറ്റേൺ, അതല്ല എങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് സമയം കളയാതെ ഈ വീഡിയോയിലേക്ക് കയറിയാലോ. നമുക്കറിയാം ഇത്രയും കാലം എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് TCS ആണ്. TCS കുറേ 2018 തൊട്ട് 2024 വരെ എക്സാം കണ്ടക്ട് ചെയ്ത TCS ആണ്. അപ്പോൾ 2025 പുതിയൊരു ഏജൻസി വരികയാണ്. അപ്പോൾ ആ പുതിയൊരു ഏജൻസി വന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ചലഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾ പറഞ്ഞ കുറേ ചലഞ്ചസ് ആണ്. ഒന്ന്, എക്സാം സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം SSCയിൽ നമ്മൾ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കേസായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എറണാകുളത്താണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് സുഖമായിട്ട് ആലുവയിൽ സെൻറ്റർ കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര അടുത്താണ്, എനിക്ക് ദിവസവും രാവിലെ പോയി എക്സാം എഴുതിയിട്ട് വരാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ എവിടെയുള്ള ആൾക്കാർക്കും വിത്തിൻ ഒരു 20 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 30 കിലോമീറ്റേഴ്സ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അവർക്ക് സെൻറ്റേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സെൻറ്റേഴ്സ് കേരളത്തിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ കണ്ണൂരൊക്കെ വെച്ച ആൾക്കാർ ചിലപ്പം മംഗലാപുരത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഉടുപ്പി സൈഡിൽ അല്ലെങ്കിൽ തമിഴ്നാട് സൈഡിൽ അങ്ങനെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് പല ആൾക്കും കിട്ടുന്നത്. അതായത് എക്സാം എഴുതാൻ വേണ്ടി ചിലപ്പം കുട്ടികൾ ചിലപ്പോൾ 200, 300, 400 കിലോമീറ്റേഴ്സൊക്കെ ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവുക എക്സാം ഇല്ല, എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഡേ 1 നമ്മൾ കണ്ടിട്ടുമുണ്ട്. പല കുട്ടികളും എക്സാം സെൻറ്ററിൽ എത്തുമ്പോഴാണ് എക്സാം ക്യാൻസൽ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടക്കമാണ്, ആദ്യത്തെ ഒരു വർഷം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ ചിലപ്പം അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ അവർ കൂടുതൽ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് ടൈപ്പ് ആവാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു വർഷം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവാനാണ് ചാൻസ്. രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഫെയിലിയർ എന്ന് പറയുന്നത്. അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം നമുക്കറിയാം ഫ്രിസ്കിങ് നമുക്ക് ഉണ്ടാവും. നമ്മൾ എക്സാം സെൻറ്ററിൽ നമ്മൾ കയറുന്നതിന് മുമ്പിൽ ഫ്രിസ്കിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അത് TCSലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു TCS ഉള്ള സമയത്ത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു കേസിൽ വളരെ കാഷ്വലായിട്ട്, അതായത് സെക്യൂരിറ്റി ഒന്നും കറക്റ്റായിട്ട് ചെയ്യാതെ വളരെ കാഷ്വലായിട്ടാണ് ആൾക്കാരെ കയറ്റി വിട്ടതെന്നൊക്കെ പല സെൻറ്റേഴ്സിൽ നിന്നും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ബയോമെട്രിക് നമ്മൾ എടുക്കും. ഈ ബയോമെട്രിക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ തന്നെ കുറേ കുട്ടികൾ പറയുന്നത് കേട്ടതെന്ന് വെച്ചാൽ, ബയോമെട്രിക് എടുക്കുന്ന സമയത്ത് ബയോമെട്രിക് ഫെയിലായി ആവുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിൽ കുറേ ടൈം പോകുന്നു. അതേപോലെ ലൈവായിട്ട് നമ്മൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. ഈ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവിടെയും ഈ മെഷീൻ ഫെയിലാവുന്നു. അപ്പോൾ അവിടെയും കുറേ സമയം പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ എന്താ പറയുക, വേണ്ടാത്ത ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയേഴ്സ് കുറേ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻ്റർഫേസ്. നമുക്കറിയാം TCSൻ്റെ ഇൻ്റർഫേസ് അല്ല എഡ്യൂക്കേറ്റീവ് വരുന്ന സമയത്തുള്ള ഇൻ്റർഫേസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇൻ്റർഫേസിൽ തന്നെ പ്രശ്നം എന്തൊക്കെയാണ് പറ്റിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഇവിടെ ഓരോ സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഒരു കുട്ടി ആൻസർ മാർക്ക് ചെയ്ത് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം അവിടെ ഒരു ലാഗ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. നല്ല രീതിയിലൊരു ലാഗ് ഫീൽ ചെയ്യുന്നു. ഒരു 3, 4, 5 സെക്കൻഡിൻ്റെ ലാഗ് വരുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മുടെ എക്സാമിൽ ഭയങ്കര നമ്മുടെ ഒരു മൂഡ് തന്നെ ശരിക്കും അങ്ങ് മാറും. എക്സാം ഹാളിൽ നമ്മുടെ ആ ഒരു മൂഡ് മാറും. അത് മതി ശരിക്കും എക്സാമിന് നമ്മളെ ഇന്നാക്കാനും ഔട്ടാക്കാനും. അതേപോലെ ഒരു 3, 4 സെക്കൻഡ് ലാഗ് വരിക എന്ന് പറയുമ്പം അത് നല്ല രീതിയിൽ നമ്മുടെ ടോട്ടൽ ടൈമിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ അതേപോലെ മൗസിൽ കുറേ പേര് ഇഷ്യൂ പറയുന്നുണ്ട്. മൗസ് എന്താ പറയുക, പോയിൻ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പോയിൻ്റർ കറക്റ്റായിട്ട് എന്താ പറയുക, നമ്മൾ കറക്റ്റ് ആൻസർ കുത്താൻ നോക്കുമ്പോൾ അത് വേറെ സ്ഥലത്ത് പോയി കുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ മൗസിൻ്റെ പേരിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ പെൻ ആൻഡ് പേപ്പറിൻ്റെ പേരിലും ഞാൻ കുറേ കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടു. അതായത് ചീപ്പായിട്ടുള്ള പേനയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേന പല പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേന സ്റ്റക്കായി പോകുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ പെന്ന് മാറ്റണം. പിന്നെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആവുന്നു.
അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ എന്താ പറയുക, ഞാൻ പ്രശ്നങ്ങൾ മാത്രം പറയുന്നതല്ല, പക്ഷേ ഒരു പുതിയൊരു ഏജൻസി വരുമ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഒരു വർഷമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളരെ ലാഘവത്തോടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അത് ശരിക്കും ബാധിക്കുന്നത് ഒരു കുട്ടിയുടെ കരിയറിനെയാണ്, അവരുടെ ഒരു എന്താ പറയുക ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഏജൻസി ഈ ഒരു ചലഞ്ചസ് മുഴുവൻ എന്താ പറയുക ഓവർകം ചെയ്യണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ CGL വരുന്നുണ്ട്, CHSL, MTS, ഇതുപോലെയുള്ള വലിയ 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 എക്സാംസ് വരികയാണ്. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ വരുമ്പോൾ അത്രയും കുട്ടികൾ എക്സാം എഴുതുന്ന സമയമാണ്. അപ്പോൾ കാരണം CGL-നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത്രയും കുട്ടികൾ അതിനു വേണ്ടി മാത്രം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് സ്പോയിലായി പോകരുത്. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ക്ലിയർ? ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അനുഭവിച്ച കുറേ ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം CGL-ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അവർ എന്താ പറയുക ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ റെക്ടിഫൈ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വിചാരിക്കാം ഈ ഒരു കേസൊക്കെ. അപ്പോൾ നമുക്ക് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം അനാലിസിസ് നമുക്ക് നോക്കിയാലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 3 ലെവൽസ് ഉണ്ട്. അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാംസ് ഉണ്ട്, 12th ലെവൽ യോഗ്യതയുള്ള എക്സാംസ് ഉണ്ട്, അതുപോലെ ഗ്രാജുവേറ്റിന് പറ്റുന്ന എക്സാംസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ കുട്ടികളോട് സംസാരിച്ച സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, മെട്രിക്കുലേഷൻ ലെവൽ ഭയങ്കര എളുപ്പമായിട്ടാണ് കുട്ടികൾ പറയുന്നത്. അത് ഇറ്റ് വാസ് വെരി ഈസി എന്നുള്ള രീതിയിലാണ് കുട്ടികൾ പറയുന്നത്. 12th വരുന്ന സമയത്ത് അത് ഇച്ചിരി കൂടി എന്താ പറയുക ഹാർഡിലേക്ക് വന്നു. ഗ്രാജുവേഷനിലേക്ക് വന്നപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇറ്റ് വാസ് വെരി ഹാർഡ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഒന്നും വലിയൊരു കമൻറ്റ് ഇപ്പം ചെയ്യേണ്ട. കാരണം വെച്ചാൽ ഫേസ് സെലക്ഷൻ പോസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ ആൻസർ കീ വരും. അപ്പോൾ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു അനാലിസിസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് സംസാരിക്കാം. പക്ഷേ കുട്ടികളുടെ എന്താ പറയുക ആ ഒരു ലൈവ് അനാലിസിസ് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കുറച്ചും കൂടി ഇൻക്ലൂഡ് ആയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് നമ്മൾക്ക് കൂടുതലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ചോദ്യം വന്നിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അതേപോലെ പ്രോബബിലിറ്റി, 3 സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള അതായത് നമ്മൾ പ്രിലിംസിൽ കാണാത്ത രീതിയിലുള്ള എന്താ പറയുക ചോദ്യങ്ങളും, അതേപോലെ നമ്മൾ മെയിൻസിൽ മാത്രം പഠിക്കുന്ന കുറേ ടോപ്പിക്കുകളിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം അടുത്ത വർഷം ഇനി വരുന്ന ഫേസ് 13 എക്സാം എഴുതുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന CGL-ഓ CHSL-ഓ അല്ലെങ്കിൽ MTS ഒക്കെ അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവാം. ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല, പക്ഷേ നമ്മൾ വിചാരിക്കും മെയിൻസിന് പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ ടോപ്പിക്കുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട. ഈ സ്റ്റാറ്റിസ്റ്റിക്സും അതേ പ്രോബബിലിറ്റി അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് എക്സാം അനാലിസിസ് എന്ന് പറയുന്നത്. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്കുലേഷൻ ലെവൽ എക്സാം ഈസി ആയിരുന്നു, 12th വന്നപ്പോൾ ഇച്ചിരി ടഫായിരുന്നു, ഗ്രാജുവേഷൻ ഇറ്റ് വാസ് ടഫ്. പുതിയതായിട്ട് കുറേ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, ലോഗരിതം, പ്രോബബിലിറ്റി, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് സ്വാഭാവികമാണ്. കാരണം ഒരു പുതിയൊരു ഏജൻസി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി കുറേ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവും. ഒബ്വിയസ്ലി നമ്മൾ അതിനോട് അഡാപ്റ്റ് ആവുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ വേണം അതിനകത്ത് അഡാപ്റ്റ് ആവാൻ. അപ്പോൾ ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ TCS മാറി പുതിയൊരു ഏജൻസി വന്ന സമയത്ത് നിങ്ങൾ റിപ്പീറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രഷർ ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടാളും ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് പറയാനുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം TCS ആയിരുന്ന 2018 തൊട്ട് ഞാൻ പറഞ്ഞു TCS ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അവരുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 60 to 70% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. നല്ല രീതിയിൽ ആ പാറ്റേൺ റിവൈസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറ്ററൻസിന് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന് എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കാരണം വെച്ചാൽ എൻ്റെ തന്നെ പേഴ്സണൽ എന്താ പറയുക പരിചയത്തിൽ കുറേ ആൾക്കാർ എന്താ പറയുക എക്സാമൊക്കെ അടുത്ത് വരുന്ന സമയത്ത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. അവർ ഈസിലി പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷേ എന്താ പറയുക ബിഗിനേഴ്സിന് അത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് വന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വർഷം എല്ലാവരും ഈവൻ റിപ്പീറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രഷർ ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ വന്നേക്കാണ്.
അപ്പോൾ നിങ്ങളുടെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുകയാണ്. നിങ്ങൾക്ക് എക്സാം ടഫ് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ടഫായിരുന്നു എന്നാണ് പിള്ളേരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫ് ആയാലും നിങ്ങൾ ആ ഒരു ഹോൾ എല്ലാവർക്കും ടഫാകും. നിങ്ങൾക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും അത് ടഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ഓഫും കുറയും. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെച്ചാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ഗോ ഫോർ സ്കിപ്പ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ എന്തായാലും അതിനകത്ത് തന്നെ ഉണ്ടാവും. നിങ്ങളിത് എന്താ പറയുക, ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു സ്കില്ലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എക്സാം ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടഫ് ആയിക്കോട്ടെ, അത് എല്ലാവർക്കും ടഫായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ച് അടുത്ത ചോദ്യത്തിലോട്ട് പോവുക. അല്ലാതെ ഒരു ചോദ്യത്തിലും സ്റ്റക്കായി നിൽക്കാതെ ഇരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വാട്ട് യു ഷുഡ് ഡു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ പോസ്റ്റിൻ്റെ അനാലിസിസ്, ഐ മീൻ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കീ വരും. ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ തറവായിട്ട് എന്താ പറയുക അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ പുതിയ പാറ്റേൺ, ഏതൊക്കെയാണ് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഏതൊക്കെയാണ് പുതിയ ടോപ്പിക്സ്, അപ്പോൾ എത്രത്തോളം ലെങ്തിയാണ്, എത്ര സമയം എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതായത് CGL ആയിക്കോട്ടെ, അല്ലെങ്കിൽ CHSL MTS അങ്ങനെ ഏത് എക്സാം ആയിക്കോട്ടെ, ഈ ഒരു പേപ്പറിനെ വെച്ച് വേണം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വേണ്ടാത്ത വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ ന്യൂസ് നമ്മൾ എന്താ പറയുക റാൻഡം ആയിട്ടുള്ള കുറേ ന്യൂസസ് നമ്മൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കേട്ട് ടെൻഷൻ ആവാതെ നിങ്ങൾ നല്ല കാമായിട്ടിരിക്കുക. എല്ലാം ഭംഗിയായിട്ടേ വരുള്ളൂ. എഡ്യൂക്കേറ്റി ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഏജൻസി എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട, അവർ തന്നെ അതിനെ റെക്ടിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു ടഫ്നെസ്സും ഈ ചലഞ്ചസിനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പേപ്പർ ഹാർഡായിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. കട്ട് ഓഫ് കുറയും. എന്താ പറയുക, നിങ്ങളും വെറ്ററൻസും എല്ലാം ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം അനാലിസിസിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക, കാമായിട്ടിരിക്കുക. നിങ്ങൾ CGL പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭംഗിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താ പറയുക എവിടെയും ഇങ്ങനത്തെയുള്ള ന്യൂസൊക്കെ കേട്ടിട്ട് ബ്രേക്ക് ആവാതെ മുന്നോട്ട് തന്നെ പോവുക. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ SSC മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ SSC അല്ലെങ്കിൽ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും എക്സാം അപ്ഡേറ്റ്സും കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ SSC മെൻറ്ററിൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.